ഗുഡ് മോർണിംഗ് ആൾ. അമേരിക്കൻ മാർക്കറ്റ് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റ് 900 പോയിൻ്റാണ് ഡൗ ജോൺസ് വീണത്. അതുപോലെ തന്നെ നാസ്ഡാക്ക് ആയിക്കോട്ടെ 700 ചില്ലാൻ പോയിൻ്റ് ഡൗൺ വീണു. ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് താരിഫ് ബിൽഡ് ചെയ്യുന്നത്. അമേരിക്കൻ സൈഡിൽ നിന്ന് താരിഫ് ബിൽഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ അമേരിക്കൻ മാർക്കറ്റിൽ ഇൻഫ്ലേഷൻ കൂടുമെന്നുള്ള ഒരു തിരിച്ചറിവായിരിക്കണം മാർക്കറ്റ് താഴത്തേക്ക് പോകുന്നതിന് കാരണമാകുന്നത്. അപ്പോൾ ഇതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ വീഡിയോ കൊണ്ടുവരുമ്പോഴുള്ള നമ്മുടെ ഒരു പ്രയാസം എന്ന് പറയുന്നത് നെഗറ്റീവ്സ് അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അതല്ല ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് ന്യൂസുകൾ വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ട്രംപ് അവിടെ നിന്ന് അങ്ങനെ ചെയ്യുന്നു. ഇതിപ്പോൾ എന്താ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വിശ്വാസത അമേരിക്കൻ മാർക്കറ്റ് ഒരിക്കലും എവിടെയും കറക്ഷൻ വന്നിട്ടില്ല, റിസഷനിൽ പോയിട്ടില്ല. റിസഷനിൽ പോവാൻ സാധ്യതയുണ്ടെന്ന് ഇന്നലെ ട്രംപ് പറഞ്ഞു. ചിലപ്പോൾ അമേരിക്കൻ മാർക്കറ്റ് റിസഷനിൽ പോകാമെന്നുള്ളത് ഇതൊരു നെഗറ്റീവ് ന്യൂസ് അല്ലേ കൊടുത്തത്. 25% വളരെ ഫാസ്റ്റായിട്ട് സ്റ്റീൽ സെക്ടറിൽ താരിഫ് ഹൈപ്പ് ഉണ്ടാവും. ഓരോരോ സെക്ഷൻ ബേസ് ഓരോ രാജ്യങ്ങൾ ചെറിയ ഇളവുകളും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇത് പറഞ്ഞ അവിടെ പിന്നെ ഇൻഫ്ലേഷൻ കൂടുന്നുള്ളതിന് ഞാൻ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് പോലും അളവില്ലാത്ത രീതിയിൽ അയാൾ വീണ്ടും പെർഫോമൻസ് ചെയ്യാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അമേരിക്കൻ മാർക്കറ്റ് ആയിക്കോട്ടെ, വേൾഡ് മാർക്കറ്റിൽ അല്ലെങ്കിൽ യൂറോപ്പ് മാർക്കറ്റിൽ എല്ലാവരും ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ്, ചെറുതല്ല പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെ എടുക്കുകയാണ്. കറൻസി മാർക്കറ്റിലും സെയിം പ്രശ്നമാണ്. കറൻസിയിലും ബുക്കിംഗ് വരികയാണ്. കാരണം കറൻസി താഴത്തേക്ക് പോകുന്നുള്ള ഒരു നിലപാടിൽ കറൻസിയിലും ബുക്കിംഗ് വരികയാണ്. ഇപ്പോൾ ഇതാണ് കോമൺ ആയിട്ടുള്ളൊരു ന്യൂസ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് നിഫ്റ്റി കുറിച്ചൊന്ന് പറയാം. ഏകദേശം 116 പോയിൻറ്റ് ഇപ്പം തന്നെ ഡൗൺ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഊഹിക്കാമല്ലോ നമ്മുടെ ഡൗൺ ഓപ്പണിംഗ് ആയിരിക്കും. നമ്മളുടെ റിസൾട്ടുകൾ വളരെ ഒരു മീഡിയം ലെവൽ റിസൾട്ടുകളാണ്. അമേരിക്കൻ മാർക്കറ്റിനെ ബന്ധപ്പെടുന്ന നമ്മുടെ റിസൾട്ടുകളുമാണ്, അമേരിക്കൻ മാർക്കറ്റ് ബന്ധപ്പെടുന്ന ന്യൂസുകളുമാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് ഡൗൺ ആണ്. ഈ ഒരു മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മടി കാണിക്കുന്നതും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നീണ്ടുപോകുന്നു, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അളവ് കുറയുന്നതും, അതുപോലെ തന്നെ എത്രയോ മാസങ്ങൾ കൊല്ലത്തിൻ്റെ പെർസെൻറ്റേജ് എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാക്കിയ മാസമാണെന്ന് പറഞ്ഞാൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആവുന്നില്ല. അപ്പോൾ അത്രയും മോശമായ കണ്ടീഷൻ ഇന്ത്യയിൽ വരെ വന്നു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ എഫക്റ്റായിട്ട് 120. അപ്പോൾ ഇത് ട്രേഡേഴ്സിനെ സംബന്ധിച്ച് കണ്ണടച്ച് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ എന്ത് ഷെയറും നമുക്ക് ട്രേഡ് ചെയ്യാൻ നല്ല ഒരു സമയമാണ്. അതിന് ഷോർട്ട് കളിക്കാനുള്ള ഒരു കഴിവ് അല്ലേ, ഷോർട്ട്സ് കളിക്കാനുള്ള ഒരു കഴിവ് ഉള്ളവർക്കൊക്കെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനുള്ള അവസരമാണ് എന്ന് മാത്രം പറയാവുന്നതാണ്. ഒരു ഇൻവെസ്റ്റിംഗ് ഇവിടെ ഒരു നല്ല ഫണ്ടമെൻ്റൽ ഷെയർസ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നെങ്കിലും അതിനൊന്നും മാർക്കറ്റിൽ ഒരു മൂവ്മെൻറ്റ് ഇല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് ഉള്ളത്. അടുത്തത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ് ഇൻഡ്യൂസ്ഡ് ബാങ്ക്. നമ്മൾ ഓൾറെഡി നല്ലൊരു ബാങ്ക് എന്നുള്ളത് പറയാറുള്ളതൊക്കെ തന്നെയാണ്. എങ്കിൽ തന്നെ ഇൻഡ്യൂസ്ഡ് ബാങ്കിൻ്റെ ഒരു ഇഷ്യൂ എന്നത് ഡെറിവേറ്റീവ് പോർട്ട്ഫോളിയോയിൽ അവരുടെ ഡെറിവേറ്റീവ് പോർട്ട്ഫോളിയോയിൽ 1500 കോടിൻ്റെ ഇഷ്യൂ. ഇത് ഇവരുടെ കൗണ്ടർ കുറച്ച് താഴത്തേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ, ഒരു പുട്ട് ഓപ്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ റൈറ്റ് ചെയ്യാനോ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഈ നെഗറ്റീവ് ന്യൂസ് ഒന്ന് പറഞ്ഞു. പോസിറ്റീവ് ന്യൂസ് BGL നല്ല ഗുഡ് ന്യൂസുകളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും നീ പറയുന്നില്ല മാർക്കറ്റിൽ. കാരണം മെയിനായിട്ട് നമുക്ക് നെഗറ്റീവ് ന്യൂസുകൾ പറയുക എന്നുള്ളതാണ്. അപ്പോൾ നെഗറ്റീവ് ന്യൂസിൽ ഇൻഡ്യൂസ്ഡ് ബാങ്ക് ഷെയർസ് ഉള്ളവരൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്.